ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച നവംബർ മാസം 23 17 മുതൽ 22 വരെ പഠിച്ച വചനങ്ങളാണ് ഇന്ന് നാം ആവർത്തിക്കുന്നത്. പതിവ് പോലെ നാം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച വചനങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുമ്പോൾ അതിൻ്റെ അഭിഷേകം, അത് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കും. പ്രിയപ്പെട്ടവരെ, 17 പഠിച്ച വചനം മുതൽ 22 വരെ പഠിച്ച വചനങ്ങളാണ് ആവർത്തിക്കുന്നത്. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. 17 പഠിച്ച വചനം, കണ്ണീരോടെയാണ് അവർ വരുന്നത്. കണ്ണീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരുറവുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. 17 പഠിച്ച വചനം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31 വചനമായിരുന്നു. ഇനി 18 പഠിച്ച വചനം വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 3 അതിൻ്റെ 20-21 വചനങ്ങളായിരുന്നു. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. അതായിരുന്നു നാം 18 പഠിച്ച വചനം. ഇനി 19 പഠിച്ച വചനം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 10 അതിൻ്റെ 10 വചനമാണ്. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. വളരെ സുന്ദരമായ വചനം. ഇപ്പം 17, 18, 19 തീയതികളിൽ പഠിച്ച വചനമാണ് നാം ഇപ്പോൾ പഠിച്ചത്, ഇനി ആവർത്തിച്ചത്. ഇനി 20, 21, 22 തീയതികളിൽ പഠിച്ച മറ്റു 3 വചനങ്ങൾ വിശുദ്ധിയോട് ചേർന്ന വചനങ്ങളാണ്. വിശുദ്ധിയെക്കുറിച്ച് പറയുന്ന വചനങ്ങളാണ്. 20 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1 25 വചനമായിരുന്നു. ഞാൻ എൻ്റെ കരം നിന്റെ മേൽ നിനക്കെതിരായി ഉയർത്തും. ഞാൻ എൻ്റെ കരം നിനക്കെതിരായി ഉയർത്തും. ചൂളയിൽ എന്ന പോലെ നിന്നെ ഉരുക്കി ശുദ്ധി ചെയ്യും. നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. 21 പഠിച്ച വചനം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 15 അതിൻ്റെ 11, 18 വചനങ്ങളാണ്. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഇനി 18 പറയുന്നത് വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. 21 പഠിച്ച വചനമാണ്. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഇനി 22 ഇന്നലെ പഠിച്ച വചനം എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം, വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 4 അതിൻ്റെ 24 വചനം, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പുതിയ മനുഷ്യനെ സ്വീകരിക്കുവാൻ, പുതിയ മനുഷ്യനായി മാറുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമ്മുടെ മനസ്സ് ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ പ്രഭാതം, ഈ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമായി ഇന്ന് തൊട്ട് ആഗ്രഹിക്കുക. ഇന്നത്തെ ദിവസം കർത്താവെ എന്നെ വിശുദ്ധിയിൽ നയിക്കണമേ എന്ന് ആഗ്രഹിക്കുക. ദൈവം അനുഗ്രഹിക്കേണ്ട. നാളെ പുതിയ വചനം, നാളെ നമുക്ക് പുതിയ വചനം പഠിക്കാം അല്ലേ? ആമേൻ.